തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ വഴിമാറി കൊടുക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എഫ്ഐആറിൽ? ഗുരുതര പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത് തള്ളിയിട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രതി പെരുമാറി എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഒരു പ്രകോപനമുണ്ടായി, അതായത് ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നതിൽ പ്രകോപനമുണ്ടായെന്ന് പോലീസ് എഫ്ഐആറിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ എഫ്ഐആറിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പറയുന്ന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീകുട്ടി കേരള എക്സ്പ്രസിൽ ഈ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്തു വരികയായിരുന്നു. ആ സമയത്ത് വാതിൽ ഭാഗത്തെത്തിയ സമയം ശ്രീകുട്ടി ഈ പ്രതിക്ക് മാറിക്കൊടുത്തില്ല. ഇതിൽ വൈരാഗ്യം പ്രതിക്കുണ്ടായിരുന്നു. ഈ പ്രതി ഇത് നോക്കിയിരുന്നതിൽ ഇതിൽ പ്രകോപനമുണ്ടായിരുന്ന പ്രതി അതിനുശേഷം ഈ പ്രതി വാതിൽ ഭാഗത്തെത്തിയപ്പോൾ വാതിൽ ഭാഗത്ത് നിൽക്കുകയായിരുന്ന ശ്രീകുട്ടി മാറിക്കൊടുക്കാത്തതിനാൽ ഈ മരണം സംഭവിക്കുമെന്ന അറിവോടുകൂടി ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഇത് കണ്ട് നിലവിളിച്ച് ഈ ശ്രീകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ഈ പരാതിക്കാരി ഇയാളുടെ വലത്തെ കൈയിലും വലത്തെ കാലിലുമായി പിടിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പ്രതി പുറത്തേക്കെറിഞ്ഞ ആവലാതിക്കാരിയോടും കൂട്ടുകാരിയോടും ശ്രീകുട്ടിയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് വധശ്രമ കേസ് നിലനിൽക്കുന്നത്. വധശ്രമ കേസ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ഇക്കാര്യത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം അത് പോലീസ് എഫ്ഐആറിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ട്രെയിനിന്റെ വാതിൽ ഭാഗത്ത് നിന്ന് വഴിമാറി കൊടുക്കാത്തതിനുള്ള പ്രകോപനത്താലാണ് ശ്രീകുട്ടിയെ ഈ പറയുന്ന ഈ പ്രതിയായിട്ടുള്ളയാൾ അയാൾ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തള്ളി പുറത്തേക്കിടുന്നത് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സുഹൃത്തായിട്ടുള്ള അർച്ചനയും ആക്രമിച്ചത് ഇത് തടഞ്ഞതിനും അതേപോലെ തന്നെ ഈ വാതിൽ ഭാഗത്ത് നിന്ന് മാറി നിന്ന് കൊടുക്കാത്തതിനുമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഏതായാലും വധശ്രമം അടക്കം ഉൾപ്പെടെയുള്ള BNS 109 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ പോലീസ് ഈ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ നേരത്തെ ഒരു തർക്കമുണ്ടായി എന്നാണോ? ആ തർക്കത്തിന് ശേഷം പിന്നീട് ആക്രമണം എന്നാണോ? ഈ തർക്കമുണ്ടായ കാരണം പ്രതി സമ്മതിച്ചതായി നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഷഫീദ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. ഷഫീദ്, ഉന്മേഷ്, ഇതിലൊരു ഇൻസ്റ്റന്റ് പ്രൊവോക്കേഷൻ തന്നെയാണോ നടന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത മിനിറ്റിൽ നടന്ന ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി തൊട്ടടുത്ത മിനിറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്ട് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിന് പ്രതിയെ ചോദ്യം ചെയ്യണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രതി കുറച്ച് ബോധാവസ്ഥയിലേക്ക് വന്നതിന് പുലർച്ചയോടുകൂടിയാണ് അല്പസമയത്തിനുള്ളിൽ റെയിൽവേ പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇയാൾ സമ്മതിക്കുകയുള്ളൂ. നിലവിൽ ഇയാൾ ഈ തർക്കമുണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ശ്രീകുട്ടിയുടെ സുഹൃത്ത്, അതായത് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയുടെ മൊഴിയിലടക്കം അത് വ്യക്തമായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം, അത് ജസ്റ്റ് ഒന്ന് വഴിമാറി കൊടുത്തില്ല എന്നുള്ളതിന്റെ വിരോധത്താൽ ഇയാൾ നടത്തിയിട്ടുള്ള ഏറ്റവും ക്രൂരകൃത്യം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്ന കാര്യം. അത് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വധശ്രമ കേസ് എടുത്തിട്ടുള്ളത്. ഈ അർച്ചന പറഞ്ഞിരുന്നില്ല, അർച്ചനയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി, അത് തൊട്ടടുത്തൊരു യാത്രക്കാരനുണ്ടായിരുന്നു, അദ്ദേഹമാണ് രക്ഷപ്പെടുത്തിയതെന്ന് അർച്ചനയും പറയുന്നുണ്ടല്ലോ ഷഫീദ്. ഉന്മേഷം പറയുന്നുണ്ട്. അതായത് ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം അർച്ചനയെ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ അർച്ചന ഏതാണ്ട് പകുതിയോളം, ശരീരത്തിന്റെ പകുതിയോളം ട്രെയിനിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ട്രെയിനിലേക്ക് പിന്നീട് അവർ പിടിച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വലിയ അലറി വിളിക്കുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനെത്തി ഈ പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ അയാളെ പിന്നീട് പുറയിലേക്ക് വലിക്കുകയും അയാളെ കീഴ്പ്പെടുത്തുകയും അതിനുശേഷം ഈ ട്രെയിനിന്റെ ചെയിൻ വലിച്ച് അത് നിർത്താനുള്ള പ്രോസസ്സൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ അപ്പോഴും അക്രമാസക്തനായിരുന്നു പ്രതി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇയാളെ പിടികൂടിയ ദൃക്സാക്ഷികളടക്കം പോലീസിനോട് പങ്കുവച്ചിട്ടുള്ള കാര്യം ഇയാൾ മദ്യലഹരിയിലായിരുന്നു, മാത്രമല്ല ഇയാൾക്ക് അൺകൺട്രോളബിൾ ആയിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഇന്നലെ നമ്മൾ ഈ ഫോർട്ട് പോലീസിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പോലീസ് ജീപ്പിനകത്തേക്ക് കയറുമ്പോൾ അയാൾ കാണിച്ചിട്ടുള്ള ചില നാടകീയമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അയാൾ ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല, നോർമൽ ആയിരുന്നില്ല എന്നുള്ള കാര്യം അത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലാണല്ലോ അല്ലേ ഈ എഫ്ഐആറിലെ പരാമർശം? ആവലാതിക്കാരിയെയും കൂട്ടുകാരിയെ ശ്രീകുട്ടിയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ അല്ലേ എഫ്ഐആറിൽ പറയുന്നത് രണ്ടുപേർക്കെതിരെയും? നിലവിലിപ്പോൾ ഈ ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയുടെ പരാതി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ശ്രീകുട്ടിയെയും, അതായത് ഇപ്പോൾ വെന്റിലേറ്ററിൽ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണ ശ്രീകുട്ടിയെയും അതേപോലെ തന്നെ അവരുടെ സുഹൃത്ത് അർച്ചനയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു ഇൻസ്റ്റന്റ് പ്രൊവോക്കേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം പോലീസ് തന്നെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. പക്ഷേ ആ പ്രൊവോക്കേഷന് ശേഷം മനഃപൂർവ്വം കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രതി നടത്തിയ കൃത്യം എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ
കാര്യം അതിനൊരു കൃത്യമായ പ്രൊവോക്കേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ട്രെയിനിന്റെ വാതിൽ അവിടെ നിന്ന് വഴിമാറി കൊടുക്കാത്ത, സാധാരണ നമ്മളൊക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ ട്രെയിൻ നിർത്തുമ്പോൾ എത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തോ ഒരു പ്രൊവോക്കേഷൻ അവിടെ ഉണ്ടായി. അത് കൃത്യമായി തന്നെ ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇക്കാര്യം, അതായത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി, ഒരു തർക്കമുണ്ടായി എന്നുള്ള കാര്യം പ്രതിയും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി, എഫ്ഐആറിലാണ് ഇത്തരത്തിൽ പരാമർശങ്ങളുള്ളത്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.